എനിക്കെതിരെ നിൽക്കുന്നവർ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണ് കൃഷ്ണ. എൻ്റെ പിതാമഹൻ, എൻ്റെ ഗുരുനാഥൻ, ഒന്നിച്ച് കളിച്ചു വളർന്ന എൻ്റെ കൂടപ്പിറപ്പുകൾ, ഇവരോടെല്ലാം ഞാനങ്ങനെ യുദ്ധം ചെയ്യും, ഞാനങ്ങനെ ആയുധമുയർത്തും. ഇത് പാപമല്ലേ? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം? ആദ്യ യുദ്ധം നമ്മുടെ മനസ്സിലാണ് ഉടലെടുക്കുക പാർത്ഥ. ശേഷം അത് നമ്മെ രണഭൂമിയേക്കാൾ ഭയാനകമായ ശ്മശാനമാക്കി മാറ്റും. എന്നാൽ നീ ചിന്തിക്കേണ്ടത് ഇത്രമാത്രം: പ്രിയമിത്രമേ പാർത്ഥ, ഇത് നിന്നിൽ അധിഷ്ഠിതമായ നിയോഗമാണ്. നീ മോഹലാഭങ്ങളൊന്നുമില്ലാതെ, ലാഭേച്ഛ ഏതുമില്ലാതെ നിന്നിൽ അധിഷ്ഠിതമായ ഈ നിയോഗത്തിൽ മുന്നോട്ട് പോവുക. അധർമ്മത്തിൻ്റെ ഈറ്റിലമായ ഈ മണ്ണിൽ ധർമ്മത്തെ നിലനിർത്തുവാൻ ഈ യുദ്ധം നിനക്ക് അനിവാര്യം തന്നെയാണ്. നീ മറന്നുപോ പാർത്ഥ, അധർമ്മത്തിന് നേരെ കണ്ണടയ്ക്കുന്നിടത്തോളം പാപം മറ്റെന്താണുള്ളത്? പരബ്രഹ്മമായ നാം ഇവരെയെല്ലാം എപ്പോഴേ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അത് നടപ്പാക്കുവാൻ നാം തിരഞ്ഞെടുത്തത് നിന്നെയാണെന്ന് മാത്രം. നീ യുദ്ധം ചെയ്യുക. നീ ശങ്കയുണ്ടായിടാമോ? ദുർവചനങ്ങൾ കേട്ടാൽ ദോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ പോഷനെന്നത്രയുമെന്നു നീ അറിയുന്നതില്ലേ? രക്ഷസാം പരീക്ഷകൾ കൊണ്ടുപോയിക്കൊള്ളുകയോ? എന്താ എൻ്റെ കുട്ടിയെ നോക്കിക്കൊണ്ട് നിൽക്കണേ? ഞാനീ ശ്രീകൃഷ്ണന്റെ തേര് നോക്കി നിന്നതാ. അമ്മേ, എനിക്കൊരു കഥ പറഞ്ഞു തരാവോ? എന്ത് കഥയാ എൻ്റെ കുട്ടിക്ക് കേൾക്കണ്ടേ? എനിക്ക് ശ്രീകൃഷ്ണൻ ഇരിക്കുന്ന തേരിന്റെ കഥ പറഞ്ഞു തന്നാ മതി. അതല്ലേ എൻ്റെ കുട്ടി ഇന്ന് മഹാഭാരതത്തിൽ കണ്ടത്. മുത്തശ്ശി എന്നാൽ വേറൊരു കഥ പറഞ്ഞു തരാം. ആ. ദേവലോകത്തിൻ്റെ അധിപനായ ദേവേന്ദ്ര മഹാരാജാവിൻ്റെയും നക്ഷത്രവർഷത്തിൻ്റെയും കഥ പറഞ്ഞു തരാം. പണ്ട് വളരെ പണ്ട് അങ്ങ് ദേവലോകത്ത് ഒരു മത്സരം നടക്കും. നിങ്ങളൊക്കെ ഗോലി കളിക്കില്ലേ? അതുപോലെ ഒരു കളി. ദേവേന്ദ്ര മഹാരാജാവും കൂട്ടുകാരും വർഷാവർഷവും കൊണ്ടാടാറുള്ള ഒരു ഉത്സവമുണ്ട്, ഗജനോത്സവം. ആ ഉത്സവത്തിൻ്റെ സമയത്താണ് ഈ കളി. നമുക്കിവിടെ ഗോലിയായിരുന്നെങ്കിൽ അവർക്കത് നക്ഷത്രങ്ങളായിരുന്നു. വൈരവും പുഷ്യരാഗവും രക്തങ്ങളും ഒക്കെ അടങ്ങിയ നക്ഷത്രങ്ങൾ. അതെങ്ങനെയാ അവർക്ക് നക്ഷത്രങ്ങളെ വെച്ച് കളിക്കാൻ പറ്റുന്നേ? നക്ഷത്രങ്ങളുടെ അധിപനാ ദേവേന്ദ്ര മഹാരാജൻ. അന്നത്തെ ഗഗനോത്സവത്തിൽ ദേവേന്ദ്ര രാജന് ഒരു അഗ്നി പറ്റി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചുവന്ന പുഷ്യരാഗമുള്ള ഒരു നക്ഷത്രം ആ മത്സരത്തിൽ പൊട്ടിത്തകർന്നു. അത് വന്നു പതിച്ചത് നമ്മുടെ ഭൂമിയിലായിരുന്നു. ദേവേന്ദ്രൻ തൻ്റെ ഐരാവതത്തിൽ ഭൂമിയിലേക്ക് കുതിച്ചു. ചിന്നിത്തെറിച്ച നക്ഷത്രഗണങ്ങളെ തന്നാലാകും വിധം ദേവേന്ദ്ര രാജൻ പിടിച്ചെടുത്തു. പോലെ വന്നെത്തിയാ നൂറായി തെറിച്ച ഗണങ്ങൾ 99 രാജൻ തപ്പിയെടുത്തു. ഒന്ന് മാത്രം അദ്ദേഹത്തിന് കിട്ടിയില്ല. 100-ൽ 99 കിട്ടിയില്ലേ? പിന്നെന്തിനാ വിഷമിക്കണേ? അതൊരു പ്രകാശിക്കുന്ന നക്ഷത്രമായിരുന്നു ഉണ്ണിയെ. 100 കണിക ചേർന്നാലേ അത് പ്രകാശിക്കൂ. അതിൽ
99 കിട്ടിയത് കൊണ്ട് കാര്യമില്ല. രാജൻ ഭൂമി ഒട്ടാകെ തിരഞ്ഞു. ഭൂമിയിൽ അങ്ങും ഇങ്ങും ഒരു തീകോളമായി പാഞ്ഞു നടന്നു. തൻ്റെ മനസ്സിലെ ആദ്യ കാരണം മറ്റൊന്നും രാജൻ ആലോചിച്ചിരുന്നില്ല. പക്ഷേ ആദ്യ കൊണ്ടു നടന്ന ദേവേന്ദ്ര മഹാരാജാവിനെ മനുഷ്യർ കണ്ടത് ഒരു തീകോളമായിട്ടായിരുന്നു. രാത്രിയിൽ അതിവേഗത്തിൽ പാഞ്ഞു പോകുന്ന ഒരു തീകോളമായിട്ട്. അതിനെ നമ്മുടെ നാട്ടുകാർ തേരെന്നും തീച്ചാമുണ്ടി എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ ദേവേന്ദ്ര മഹാരാജാവ് നമ്മുടെ നാടായ മുനിയാറ്റിലും എത്തി. നാട്ടിൽ തെയ്യം തുള്ളുന്ന നാരായണൻ എന്നയാൾ തൻ്റെ മകളായ കൈതേയിയോടൊപ്പം നെയ്മേനി പാറയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്ന സമയമായിരുന്നു അത്. തീയായി പാഞ്ഞു വരുന്ന ദേവേന്ദ്രനെ കണ്ട നാരായണൻ ഭയന്നു. മോളെ, ഇത് പൊതിഞ്ഞോട്ടോ, അച്ഛൻ പറയാതെ അഴിക്കല്ലേ. അപ്പോഴേക്കും ദേവരാജൻ നാരായണൻ്റെ തൊട്ടടുത്തെത്തി. ചൂട് സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ വെള്ളത്തിലേക്ക് കൈതയെ തള്ളിയിട്ടു നാരായണൻ. പക്ഷേ നാരായണന് മാറാൻ സമയം കിട്ടിയില്ല. കൈതേയി വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോൾ കാണുന്നത് കത്തി അമരുന്ന നാരായണനെ ആയിരുന്നു. നാടി നടക്കുന്ന കൈതേയിയുടെ അലർച്ച കേട്ട് ദേവരാജൻ ഞെട്ടി. തന്നാലുണ്ടായ അപകടം അപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. പക്ഷേ ദേവേന്ദ്ര മഹാരാജാവിന് തൻ്റെ സ്വരൂപം കാണിക്കാൻ സാധ്യമല്ലായിരുന്നു. ഇന്ദ്രരാജവീരശൂര വാനിൽ നിന്നും അഗ്നിജ്വാല കാറ്റുപോലെ വന്ന തീയാ നാല് ദിക്കും മിന്നൽ ജ്വാല തക തക തും 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 തക തക പകരം കൈതേയി അറിയാതെ തന്നെ അവൾക്കൊരു വരം കനിഞ്ഞു നൽകി ദേവേന്ദ്രരാജൻ മടങ്ങി ഒടുങ്ങാത്ത കുറ്റബോധവുമായി. ഇതെന്താ ഇപ്പൊ കഥ കേൾക്കണമെന്ന് പറഞ്ഞ എൻ്റെ ഉണ്ണി ഉറങ്ങിയോ? കുറേതല്ല മുത്തശ്ശി, ഞാനിതെല്ലാം കണ്ണടച്ച് കാണുകയായിരുന്നു. തമ്പാൻ തന്നോടെ കുഞ്ഞേ തമ്പായി കാക്കും കുരുന്നേ. കുഞ്ഞിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം ആരെയാ? അച്ഛനെ.
ആകാശം കെട്ടി, വായു കെട്ടി, അഗ്നി കെട്ടി, ജലം കെട്ടി, 3 ലോകങ്ങളും മടക്കി വാഴും മനുഷ്യ. 12 നാടിഞ്ഞരമ്പിനാൽ നീ കയ്യിലൊതുക്കിയവയല്ല, നിന്നാൽ തന്നെ ഉന്മൂലനം ചെയ്യുകയല്ലേ. അത് പാടില്ല, അത് പാടില്ല. എഴുന്നേൽക്കൂ. Dum